എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ഡാംബുള്ളയിലെ ഗുഹാക്ഷേത്രത്തിനടുത്തെത്തിയിരിക്കുകയാണ്. 2000 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്, ശ്രീലങ്കൻ രൂപ 2000 രൂപ. അപ്പോൾ ഇന്ത്യൻ രൂപയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 700 രൂപ 800 രൂപ അടുത്ത് വരും ഇവരുടെ എൻട്രി ഫീ തന്നെ. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഏകദേശം ഒരു 150-160 മീറ്റർ ഹൈറ്റിലാണ് ശരിക്കും ഈ പറഞ്ഞ ഈ ഡാംബുള്ള കേവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ പ്ലെയിൻ ഡാംബുള്ള എന്നത് ടൗണിൽ നിന്ന് ഒരു 150 മീറ്റർ മുകളിലായിട്ടാണ്, കുറച്ച് കയറാനുണ്ട് മുകളിലേക്ക്. പിന്നെ പൊതുവിൽ സിഗിരി എന്ന സ്ഥലം കണ്ടിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് നല്ല ക്ഷീണം ഉണ്ടാകുമായിരിക്കും. ഇവിടെ എൻട്രൻസ് തന്നെ ഒരു ബുദ്ധവിഹാരത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ തരുന്ന കുറേ പതാകകളൊക്കെ ആയിട്ടുള്ളതാണ്. നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ഒരു 5 ഗുഹാക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട 5 ഗുഹാക്ഷേത്രങ്ങളുള്ളത്. അതിൽ തന്നെ നമുക്ക് കാണാം നേരം ഇങ്ങനെ ഓരോ എൻട്രിയും ഓരോ ഗുഹകളിലേക്കാണ് പോകുന്നത്. നല്ല വിസ്താരമുള്ള നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഡാംബുള്ളയിലുള്ളത്. നമ്മൾ ആദ്യത്തെ കേവിലേക്ക് കയറി. ഞാൻ അങ്ങേ അറ്റം മുതൽക്കാണ് തുടങ്ങിയത്. ആദ്യത്തെ കേവ് ടെമ്പിളിലേക്ക് കയറി നല്ലൊരു നമ്മൾ അവിശ്വസനീയമായ ഒരു ബുദ്ധ സ്റ്റാച്ചു, സ്ലീപ്പിംഗ് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു അവിടെ കണ്ടത്. അതിനുശേഷം ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തൊട്ടടുത്തൊരു ഗുഹാക്ഷേത്രത്തിൽ കയറി. അവിടെ നേരത്തെ കണ്ടതിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊരു കളർ ചെയ്തിട്ടുള്ള ഒരു ബുദ്ധ സ്റ്റാച്ചു ആയിരുന്നു. അവിടെ മറ്റുള്ള കുറച്ച് ബുദ്ധ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കയറിയ ഗുഹാക്ഷേത്രത്തിൽ അധികം ഒരു വിഗ്രഹവും ഒരു സ്ലീപ്പിംഗ് ബുദ്ധയും അതിനോടടുത്തുള്ള കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഒരു വിപുലമായിട്ടാണ്, കുറച്ചും കൂടെ ഒരു വലിയൊരു ഗുഹാക്ഷേത്രമാണിത്. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഒരു വലിയ സ്തംഭിപ്പിക്കുന്ന ഇവിടുത്തെ ഒരു ഗുഹാക്ഷേത്രമാണ്. പിന്നെ മറ്റുള്ള ചെറിയ ക്ഷേത്രങ്ങൾക്ക് ഞാൻ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട 3 അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ കാണുന്നത്, ബുദ്ധ കേവ് ആണ് ഈ കാണുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 മിനിറ്റോളം നടന്ന് റെക്കോർഡ് ചെയ്യാനുണ്ട് ഈ ഒരു കേവ് എന്ന് പറയുന്നത്. ഇതൊരു ഗുഹയ്ക്കുള്ളിലാണെന്നുള്ളത് വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഗുഹയ്ക്കുള്ളിലാണ് ഈ ഒരു റോക്ക് തുറന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുമ്പോഴേ ഇതിലൊരു ഉദ്ദേശം വരുന്നത് 153 സ്റ്റാച്ചു മൊത്തം ഉള്ളത് ഇവിടെ എല്ലാം മൊത്തം ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. അതിൽ തന്നെ ഒരു 4 ഗണേശ വിഷ്ണുവിൻ്റെ ഗോഡസുകളുടെയും ഒരു 3 ശ്രീലങ്കൻ കിങ്സിൻ്റെ ഉണ്ട്. ബാക്കിയുള്ള ഏകദേശം ഒരു 140-ലധികം വിഗ്രഹങ്ങൾ ബുദ്ധൻ്റെ മാത്രമാണ് ഉള്ളത്. ഈ കേവ് ടെമ്പിൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെയധികം ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ സ്തംഭിച്ചു. അതിൻ്റെ മേളിൽ കാണുന്ന സീലിംഗ് ഒക്കെ എത്ര ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. 2100 സ്ക്വയർ മീറ്ററാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ കേട്ടോ ഈ ഡാംബുള്ള കേവ് ടെമ്പിളിൻ്റെ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വർണ്ണശബളമായൊരു കാഴ്ചയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെയധികം നമ്മൾ അതിശയിക്കും ആദ്യമായിട്ട് ചെല്ലുമ്പോൾ. 2100 സ്ക്വയർ മീറ്ററാണ് ഗുഹയിലുള്ള നമ്മുടെ എന്താ പറയുക പെയിൻറ്റിങ്ങുകൾ. അത് എല്ലാം തന്നെ നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് ഈ പെയിൻറ്റുകളൊന്നും ഇല്ലല്ലോ. ഇത് കണ്ടില്ല എത്ര ഭംഗിയിലാണ് ചെയ്തത്. നമ്മളിതിനുള്ളിൽ കയറുമ്പോൾ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു എന്താ പറയുക ഇതാണ് ശരിക്കും ഡാംബുള്ള എന്ന നഗരത്തിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു 1/2 കിലോമീറ്റർ പോലും പോകാനില്ല. അപ്പോൾ തന്നെ ഡാംബുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് കാണിക്കും. അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ കോംപ്ലക്സിലേക്ക് പോകാം. ഒരു 2000 രൂപയാണ് അതിൻ്റെ 2000 ശ്രീലങ്കൻ രൂപയാണ് എൻട്രി ഫീ. നമ്മൾ പിന്നീട് അതിന് 150 മീറ്ററോളം മേളിലേക്ക് സ്റ്റെപ്പിൽ പോകാനുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കേവ് ടെമ്പിളിൻ്റെ വിശേഷങ്ങളൊക്കെ. കണ്ടില്ല എത്ര മനോഹരമായൊരു ലൊക്കേഷനാണ്, എത്ര ക്ലീനാണെന്ന് നോക്കിയേ.